ഗതാഗത മന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന് പിന്നാലെ മൂന്നാറിലെ ടാക്സി വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കർശനമാക്കി. 4 ദിവസത്തെ പരിശോധനയിൽ പിഴ ചുമത്തിയത് 8 ലക്ഷത്തിലധികം രൂപയാണ്. മൂന്നാറിലെ ഡബിൾ ഡക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രി KB ഗണേഷ് കുമാറിന് നേരെയാണ് ടാക്സി തൊഴിലാളികൾ കരിങ്കൊടി കാണിച്ചത്. ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിലെ ടാക്സി തൊഴിലാളികളുടെ ഉപജീവനമാർഗം തകർക്കും എന്നാരോപിച്ചായിരുന്നു തൊഴിലാളികളുടെ കരിങ്കൊടി പ്രതിഷേധം. തുടർന്ന് മേഖലയിലെ മുഴുവൻ ടാക്സി വാഹനങ്ങളും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകുകയായിരുന്നു. 4 ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിൽ 8 ലക്ഷത്തിലധികം രൂപ പിഴയായി ഈടാക്കി. 300-ലധികം കേസുകൾ ചാർജ് ചെയ്തു. പ്രധാനമായിട്ടും ഓട്ടോറിക്ഷകളിൽ ഫെയർമീറ്റർ ഇല്ലാത്ത കേസുകൾ ധാരാളമുണ്ട്. ടാക്സിക്കാർ 37 കേസുകളുണ്ട്. ലൈസൻസ് ഇല്ലാതെ ഓടിച്ചുള്ള 12ഓളം കേസുകൾ. പിന്നെ അനധികൃത രൂപമാറ്റം വരുത്തിയിട്ടുള്ള കേസുകൾ 28 എടുത്തിട്ടുണ്ട്. ഫിറ്റ്നസ് ഇല്ലാതെ ഓടിച്ചിട്ടുള്ള വണ്ടികൾ 17 പിടിച്ചിട്ടുണ്ട്. വാഹനങ്ങളുടെ ടാക്സ്, ഫിറ്റ്നസ്, ഇൻഷുറൻസ് തുടങ്ങിയവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. രൂപമാറ്റം വരുത്തിയും മീറ്റർ ഇല്ലാതെയും ഓടിയ ഓട്ടോറിക്ഷകൾക്കെതിരെയും നടപടിയെടുത്തു. അനുവദനീയമായതിൽ അധികം യാത്രക്കാരെ കയറ്റിയ വാഹനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതുവരെ 20 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. മൂന്നാറിലേക്ക് സഞ്ചാരികളുമായി എത്തുന്ന വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.